ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. മേരാ ഹംദം മേരാ ദോസ്ത് കമലേശ്വർ എന്ന രാജേന്ദ്ര യാദവ് എഴുതിയ സംസ്മരണിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ആസ്വദിക്കാൻ പോകുന്നത്. मन्नू नई कहानियाँ का विशेषांक संपादित कर रही थी. चाहती थी कि जैसे भी हो राकेश और कमलेश्वर की कहानियाँ ज़रूर आए. उन्हीं दिनों कमलेश्वर नई कहानियाँ का संपादक हुआ था और मैं उसी सिलसिले में दिल्ली आया था. മന്നു ഭണ്ഡാരി രാജേന്ദ്ര യാദവ്ജിൻ്റെ വൈഫായിരുന്നു, എഴുത്തുകാരിയും കൂടെ ആയിരുന്നു മന്നു ഭണ്ഡാരി. ഒരുപാട് നോവൽസും കഥകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം മന്നു ഭണ്ഡാരി നയി കഹാനിയ എന്ന ഒരു സ്പെഷ്യൽ ഇഷ്യൂ എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ മന്നു ഭണ്ഡാരിക്ക് വളരെ ആഗ്രഹമായിരുന്നു. ആ കാലഘട്ടത്തിൽ നയി കഹാനി ആന്തോളനിൽ വളരെ സശക്തമായി എഴുതിയിരുന്ന രണ്ട് വ്യക്തികളാണ് മോഹൻ രാകേഷും കമലേശ്വറും. അപ്പം അവരുടെ സ്റ്റോറീസ് ഈ ഒരു സ്പെഷ്യൽ ഇഷ്യൂവിൽ വേണമെന്ന് മന്നു ഭണ്ഡാരിക്ക് വളരെ ആഗ്രഹമായിരുന്നു. അപ്പോൾ രാജേന്ദ്ര യാദവ് അത് തൻ്റെ സുഹൃത്തായ കമലേശ്വറിനോട് പറയുകയുണ്ടായി. മേ ഉസി സിൽസിലെ ദില്ലി ആയാ ഥാ, ഉസ്കെ സാത്ത് ഹി ഠഹരാ ഥാ. അപ്പോൾ രാജേന്ദ്ര യാദവ് ഡൽഹിയിൽ ആ ഒരു ജേണലിൻ്റെ, കമലേശ്വർ ആ സമയത്ത് അതിൻ്റെ സമ്പാദകമായിരുന്നു ആ ജേണലിൻ്റെ. അതിൻ്റെ സ്പെഷ്യൽ ഇഷ്യൂ ഇറക്കുന്നത് മന്നു ഭണ്ഡാരിയുടെ ഉത്തരവാദിത്തത്തിലായിരുന്നു. അപ്പം ഞാൻ അതേ ആവശ്യത്തിന് ഡൽഹിയിൽ വന്നിരിക്കുകയായിരുന്നു. ഞാൻ സ്റ്റേ ചെയ്തിരുന്നത് കമലേശ്വറിൻ്റെ അവിടെയാണ്. कमलेश्वर की व्यस्तता का क्या कहना, उसे कहानी लिखने का समय ही नहीं मिलता था. जब कहो तो नकियाए स्वर में कह देता, तो यार जान क्यों खाता है, सुबह कहानी ले लेना. ഞാനപ്പോൾ അവനെ പലപ്പോഴും നിർബന്ധിക്കും, എടാ മന്നു ആവശ്യപ്പെടുന്നുണ്ട്, ആ ഒരു വിശേഷാങ്കിന് വേണ്ടി, ആ ഒരു സ്പെഷ്യൽ ഇഷ്യൂവിന് നിൻ്റെ ഒരു സ്റ്റോറി വേണം. അപ്പോൾ ഒരുപാട് അവൻ എപ്പോഴും തിരക്കാണ്. എപ്പോൾ ചോദിച്ചാലും അവൻ എന്താ പറയുന്നത്, തോ യാർ ജാൻ ക്യോ ഖാത്താ ഹേ, എന്തിനാണ് എൻ്റെ തല തിന്നുന്നത്, ഞാൻ നാളെ രാവിലെ നിനക്ക് ആ സ്റ്റോറി അങ്ങ് തരാം. ऐसी जाने कितनी सुबह हुई और समय नहीं रह गया. एक दिन सुबह उठकर देखा तो तकिए को मरोड़ कर पसली के नीचे रखे मेंढक मुद्रा में कथाकार कहानी पर जुटे हैं. അങ്ങനെ ഞാൻ പല ദിവസം ചോദിച്ചിട്ടും കമലേശ്വർ തരാമെന്ന് പറഞ്ഞല്ലാതെ ആ ഒരു ദിവസം വരുന്നില്ല. പക്ഷെ ഒരിക്കൽ ഞാൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ എന്താ കാണുന്നത്, തൻ്റെ പില്ലോ, തക്കിയ ഇങ്ങനെ വളച്ചൊടിച്ച് അതിലൊരു മേണ്ടക്കി മുദ്രാമേ, ഒരു തവള ഇരിക്കുന്ന പോലത്തെ ഷേപ്പിലിരുന്നിട്ട് അദ്ദേഹം കഥ എഴുതുകയാണ്. मैं चुपचाप भीतर बैठकर सिगरेट पीने लगा. वह वहीं से बोला, कहानी शुरू कर दी है. അപ്പം ഞാൻ എണ്ണീറ്റു എന്നറിഞ്ഞ്, ഞാനത് കണ്ടു എന്നറിഞ്ഞ് അദ്ദേഹം അവിടുന്ന് തന്നെ പറയും, കഥ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയും, ഞാൻ കഥ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. और उठकर भीतर आ गया. 2 सिगरेटें पी और नमाज पढ़ने की तरह घुटने सामने मोड़कर फिर लिखने लगा. कोई साहब मुझसे मिलने आ गए तो हम वहीं बातें करने लगे. उनसे माफ़ी मांगने के स्वर में कहा, बस अभी कहानी ख़त्म करता हूँ. इस वक्त नायिका बहुत ही भावुक डायलॉग बोल रही है. പില്ലോ ഇങ്ങനെ ചുരുണ്ട് മടക്കി വെച്ച് അതിലൊരു തവള ഇരിക്കുന്ന പോലെ ഇരുന്ന് അദ്ദേഹം കഥ എഴുതുന്നു. ഇടയ്ക്ക് വന്ന് സിഗരറ്റ് വലിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിലാരോ കയറി വരുന്നു. അപ്പം ഞാൻ ആ വന്ന ആളിനോട് സംസാരിക്കുന്നു. ഈ ബഹളത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് അദ്ദേഹം വളരെ സമാധാനത്തോടെ കഥ എഴുതുകയാണ്. ഇടയ്ക്ക് ഞങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട്, ബസ് അഭി കഹാനി ഖത്മ കർത്താ ഹൂँ, ഞാൻ എന്താ കഥ ഇപ്പം എഴുതിത്തീരും. നായിക ബഹുത് ഹി ഭാവുക് ഡയലോഗ് ബോൾ റഹി ഹെ, എൻ്റെ നായികയുണ്ടല്ലോ വളരെ ഇമോഷണൽ ഡയലോഗ് പറയാണ്. हम लोग बातें करते रहे. वह सामने पलंग पर बैठा लिखता रहा. 15 मिनट बाद बोला, भावुकता कुछ ज़्यादा हो गई है, बस ज़रा सा यथार्थवादी वातावरण डाला कि ठीक हुई. 15 മിനിറ്റ് ഇതേപോലെ ഞങ്ങളിവിടെ സംസാരിക്കുന്നു, അതേ മുറിയിൽ അപ്പുറത്ത് അദ്ദേഹം കഥ എഴുതുന്നു. ഇടയ്ക്ക് പറയുന്നു, ഇമോഷൻസ് അല്പം കൂടിപ്പോയി കേട്ടോ എൻ്റെ നായികയ്ക്ക്, ഞാൻ അല്പം ഒന്ന് റിയാലിറ്റി കൊണ്ടുവന്നപ്പോൾ ശരിയായി. थोड़ा सा नीम का सरसराना, धूल का उड़ना, दीवारों की धूप. फिर 15 मिनट बाद, यार बड़ा करुण प्रसंग आ गया है, मशीन का दृश्य है, कहकर काइयापने से हंस पड़ा. बस इसके बाद एक मोड़ दिया कि कहानी ख़त्म. और 10-15 मिनट बाद ही उसने कहानी मेरे सामने फेंक कर कहा, लीजिए साहब, कर दीजिए मन्नू जी को खबर. कहानी में कहीं कोई काट छाँट नहीं, നാം രഖ ജോ ലിഖാ നഹി ജാത്ത. 15 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് കഥ എഴുതി തരികയും ചെയ്തു. വലിയ സ്റ്റൈൽ എൻ്റെ അടുത്ത് ഇങ്ങനെ എറിഞ്ഞ് എന്നിട്ട് പറയും, കൊണ്ടുകൊടു മന്നു ഭണ്ഡാരിക്ക്, പറ കഥ തീർന്നെന്ന്.
എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്താണ്, ഒരു വെട്ടും കുത്തുമില്ല. അപ്പോൾ ഇത് കമലേശ്വറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആൾക്കാർ നിൽക്കുമ്പോഴും വളരെ കോൺസെൻട്രേഷനോടെ അദ്ദേഹത്തിന് എഴുതാൻ പറ്റും. ഇടയ്ക്ക് സംസാരിക്കും, ഇടയ്ക്ക് സിഗരറ്റ് വലിക്കും, പക്ഷേ ആ എഴുതുന്ന എഴുത്തിൽ ഒരു വെട്ടും കുത്തും കാണില്ല. मैं सचमुच दंग रह गया. 2 आदमी सामने बैठे बातें करें और मैं रुक रुक कर ऐसे हल्केपन से हर स्थिति की खबर देता जाऊं, यह मेरे लिए कतई कतई मुमकिन नहीं है. ഞാൻ ആലോചിച്ച്, ഞാനൊരു എഴുത്തുകാരനാണ്, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ വേറൊരാളുടെ കൺവട്ടം എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ എനിക്ക് പിന്നെ എഴുതാനേ പറ്റില്ല. എനിക്കിങ്ങനെ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവരോട് സംസാരിക്കുന്നു, പിന്നെ എഴുതുന്നു, ആ ഒരു കോൺസെൻട്രേഷൻ എനിക്ക് കിട്ടുകയേ ഇല്ല. हाँ, इसे कहते हैं कहानी लिखना. तुम और राकेश कहानी लिखते हो, दंड पेलते हो दंड. बड़ी असंगत लगती है ऊपरी बिखराव के साथ यह मानसिक एकाग्रता, भीतरी शांति. അപ്പോൾ ഇത് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനസ്സിരുത്തി ഇത് നിങ്ങൾ എക്സാംസിന് കമലേശ്വറിൻ്റെ ആ ഒരു വ്യക്തിഗത പ്രത്യേകത, വിശേഷത എഴുതുമ്പോൾ എഴുതേണ്ടതാണ്. എന്താണ്? ബാഹർ സെ ബിഖ്റാവ് ലേക്കിൻ മാനസിക് ഏകാഗ്രത. വെളിയിൽ വളരെ, പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മുറിയിൽ എല്ലാവരും കയറി വരുന്നു, പല സാധനങ്ങൾ അവിടെ ഇവിടെയും കിടക്കുന്നു, തോന്നിയതുപോലെ കിടക്കുന്നു, ഇടയ്ക്ക് സംസാരിക്കുന്നു, ഇടയ്ക്ക് സിഗരറ്റ് വലിക്കുന്നു, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതൊക്കെ ഊപ്പരി ബിഖ്റാവാണ്. ബിഖ്റാവ് മീൻസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുക, കാര്യങ്ങളെല്ലാം ഇങ്ങനെ അസ്തവ്യസ്തമായി കിടക്കുക. ലേക്കിൻ ലേഖക് की मानसिक एकाग्रता कैसी है? एकदम शांत, भीतर से वो एकदम शांत है. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഒരു വെട്ടും കുത്തും ഇല്ലാതെ ഒരു കഥ എഴുതാൻ പറ്റുന്നത്, ഇത്രയും ആൾക്കാർ ചുറ്റിനും ഉള്ളപ്പം. शांति और एकाग्रता केवल उस समय जब कलम हाथ में हो, वरना कमलेश्वर से कभी मिल लीजिए, कहीं मिल लीजिए, वह या तो कहीं से भागता दौड़ता चला आ रहा है या जल्दी जल्दी സാമനെ കാ കാം ഖതം കർക്കെ ഉസേ ഭാഗ്ന ഹെ. കമലേശ്വറിൻ്റെ സ്വഭാവത്തിൽ വേറൊരു വിശേഷത, ഈ ശാന്തിയും ഈ ഏകാഗ്രതയും ഈ കോൺസെൻട്രേഷനും, ഈ ശാന്തിയും കോൺസെൻട്രേഷനും എല്ലാം എഴുതുമ്പോഴേ ഉള്ളൂ, കയ്യിൽ പേന ഉള്ളപ്പോഴേ ഉള്ളൂ. അല്ലാത്തപ്പം കമലേശ്വർ സെ കഭി ഭി മിൽ ലീജിയെ, കहीं भी मिल लीजिए, वह या तो कहीं से भागता दौड़ता आ रहा होगा या जल्दी जल्दी സാമനെ കാ കാം ഖതം കർക്കെ ഉസേ ഭാഗ്ന ഹെ. അയാൾ എപ്പോഴും ഒരു ധൃതിയിലായിരിക്കും. നമ്മൾ കാണുമ്പോഴേ എപ്പോൾ കണ്ടാലും കമലേശ്വർ എവിടെയോ ഓടിപ്പോകുന്നൊരു തിരക്കിലാണ്, അല്ലേ എന്തെങ്കിലും ചെയ്തു തീർത്തിട്ട് പെട്ടെന്ന് പോകാനുള്ളൊരു വെപ്രാളത്തിലാണ്. അങ്ങനത്തെ ഒരു വെപ്രാളമാണ് കമലേശ്വറിനെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇസ് ബീച്ച് കെ സമയമേ ബാത്തേം കർത്തെ ഹുവേ ഹമേശാ ലഗേഗാ कि वस्तुतः उसके दिमाग में कोई गहरी तिकड़म चल रही है. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക്, ഓടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറെ എന്തോ കാര്യങ്ങൾ കിടന്ന് ഓടുന്നുണ്ടെന്ന്. വഹ ബാത്തേ ആപ് സേ കർ രഹാ ഹെ ലേക്കിൻ ദിമാഗ് മേ ജൽദി ജൽദി കുച്ച് യോജനായേ ബനാ രഹാ ഹെ. നമ്മളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും നമുക്ക് പലപ്പോഴും തോന്നും അദ്ദേഹത്തിൻ്റെ മൈൻഡ് വേറെ എവിടെയോ കിടന്ന് എന്തോ യോജന, എന്തോ പ്ലാൻ ഇടുകയാണ്. और मेरी लेखकीय दृष्टि बता देती है कि वह प्लानिंग लेखन प्रक्रिया नहीं है. इस तरह की तिकड़म भरी प्लानिंग राकेश के दिमाग में भी चलती रहती है, लेकिन कमलेश्वर का चेहरा उस तनाव को जाहिर कर देता है. ഇതേപോലെയാണ് മോഹൻ രാകേഷിൻ്റെ, നമ്മളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യാം മോഹൻ രാകേഷിൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കിടന്ന് കുഴഞ്ഞു മറിയാണെന്ന്. കമലേശ്വറും അതുപോലാണ്. ഇവർ രണ്ടുപേരുടെയും മനസ്സിൽ കൂടെ ഓടുന്നത് എഴുത്തിനെ പറ്റി അല്ല എന്നെനിക്ക് എൻ്റെ ഒരു റൈറ്റർ എന്ന നിലയ്ക്കുള്ള എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും മനസ്സിൽ വേറെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷേ മോഹൻ രാകേഷിൻ്റെ ദിമാഗിൽ, അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ കാര്യങ്ങൾ ഇങ്ങനെ ഓടി മറയുമെങ്കിലും നമുക്കത് പ്രത്യക്ഷമായിട്ട് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ കമലേശ്വർ കാ ചെഹറ ഉസ് തനാവ് കോ ജാഹിർ കർ ദേതാ ഹെ. കമലേശ്വറിൻ്റെ ഫേസ് കണ്ടാലേ അറിയാം എന്തോ ടെൻഷൻ അയാളുടെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. യഹി കാരൺ ഹെ कि वह राकेश की तरह अपने घनिष्ठ से घनिष्ठ मित्र के साथ दुराव नहीं बरत पाता, न बाद में रोता है कि उसके मित्र उसकी ईमानदारी पर शक करते हैं कि वह दुनिया में बहुत अकेला और अनसमझा है. അപ്പം മോഹൻ രാകേഷും കമലേശ്വറും രണ്ടും എൻ്റെ ഫ്രണ്ട്സാണ്, രാജേന്ദ്ര യാദവിൻ്റെ. പക്ഷേ രണ്ടുപേരുടെയും വ്യത്യാസം എന്താണ്? കമലേശ്വറിൻ്റെ ഫേസിൽ ആ ഒരു ടെൻഷൻ, മനസ്സിലുള്ള ടെൻഷൻ പെട്ടെന്ന് പ്രതിഫലിക്കും.
അതുകൊണ്ട് തന്നെ ഘനിഷ്ഠ സെ ഘനിഷ്ഠ മിത്ര കെ സാത്ത് വോ ദുരാവ് നഹി ബരത് പാത്ത. തൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ കൂടെ അയാൾക്കൊരു അകൽച്ച ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ഫേസിൽ ഇങ്ങനെ പ്രതിഫലിക്കും. और न बाद में रोता है कि उसके मित्र उसकी ईमानदारी पर शक करते हैं. പിന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ വിഷമിക്കുന്ന ഒരു സ്വഭാവം കമലേശ്വറിന് ഇല്ല. इसलिए कमलेश्वर की यह बेचैनी एक ऐसे व्यक्ति की बेचैनी लगती है जिसके भीतर जीवन का स्रोत प्लावन की तरह बह निकलना चाहता हो और उसकी समझ में न आता हो कि उसका वह क्या करे. അപ്പോൾ കമലേശ്വറിൻ്റെ മനസ്സിലുള്ള ആ ഒരു ബേചൈനി, ആ ഒരു ടെൻഷൻ, അത് എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്? ജിസ്കെ ഭീതർ ജീവൻ കാ സ്രോത് പ്ലാവൻ കി തരഹ ബഹ നിക്കൽനാ ചാത്ത. ഒരു വെള്ളപ്പൊക്കം വന്ന് എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു മറിയാൻ ഇങ്ങനെ തുളുമ്പുന്ന പോലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ടെൻഷൻ നമുക്ക് വ്യക്തമാകുന്നത്. ലിഖ്തെ ലിഖ്തെ ഉഠേഗ, ഗുഡ്ഡോ കോ ഊപ്പർ നീച്ചെ ഝുലായേഗ, റസോയി മേ ജാക്കർ ദോ ചാർ കോർ കുച്ച് ചബായേഗ और फिर आकर लिखने लगेगा. എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്തൊക്കെ ചെയ്യും? ഇടയ്ക്ക് എണ്ണീക്കും. ഗുഡ്ഡോക്കോ ഊപ്പർ നീച്ചെ ഝുലായേഗ, കൊച്ചുകുട്ടി, അത് കമലേശ്വറിൻ്റെ കുഞ്ഞാകാം, കുഞ്ഞിനെ പൊക്കിയെടുത്ത് ലാളിക്കും. റസോയി മേ ജാക്കർ ദോ ചാർ കോർ കുച്ച് ചബായേഗ, അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. और फिर आकर लिखने लगेगा. बातें करते करते अचानक उठेगा, सिगरेट का धुआं छोड़ता हुआ इस कमरे से उस कमरे में झांकेगा, खिड़की पर खड़ा होगा और फिर बातें करने लगेगा. ഇടയ്ക്ക് എഴുതും, അടുക്കളയിൽ പോയി കഴിക്കും, സംസാരിക്കും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. അങ്ങനെ ഒരു വ്യക്തിയാണ് കമലേശ്വർ. रात को 11 बजे सिगरेट लेने गली के कोने तक जाएगा. आप प्रतीक्षा करते रहेंगे और वह 2 बजे लौटकर कुछ पढ़ता हुआ सो जाएगा. രാത്രി 11 മണിക്ക് സിഗരറ്റ് വാങ്ങിക്കാനാണെന്നും പറഞ്ഞു പോവും. और आप प्रतीक्षा करते रहेंगे, बाद में वो आ जाएगा, 2 बजे लौट कर कुछ पढ़ता हुआ सो जाएगा. सुबह 7-8 पर फिर तैयार. उसकी यह बेचैनी हमेशा आप पर कुछ ऐसा प्रभाव डालेगी जैसे वह कहीं फौजों को लड़ते छोड़ आया है और जाते ही उसे उनका चार्ज संभाल लेना है. कोई लड़ाई है जिसे फिर जाकर लड़ना है. അയാൾ കമലേശ്വർ എഴുത്തിലേക്ക് തിരിച്ചു പോകുന്ന ആ ഒരു വെപ്രാളവും തിരക്കും കണ്ട നമുക്ക് തോന്നും ഏതോ ഒരു യുദ്ധത്തിൽ അയാളുടെ ബറ്റാലിയൻ സോൾജേഴ്സ് അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വിട്ടിട്ട് ഏതോ അത്യാവശ്യത്തിന് അയാൾക്ക് വരേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്യാപ്റ്റൻ്റെ അവസ്ഥ നോക്കിയേ, തിരിച്ച് ആ ഒരു സോൾജേഴ്സിൻ്റെ കൂടെ പോകേണ്ട ഒരു ഉത്തരവാദിത്തം ക്യാപ്റ്റനുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻ ക്യാപ്റ്റൻ്റെ മുഖത്ത് കാണില്ലേ? അതുപോലെയാണ് കമലേശ്വറിൻ്റെത്. വേറെ എന്തെങ്കിലും സംസാരിച്ചു നിൽക്കുകയാണെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അയാളുടെ മനസ്സ് എപ്പോഴും തിരിച്ചു പോയി ബാക്കി എഴുതണം എന്നുള്ളൊരു ചിന്തയിലാണ്. എങ്കിൽ എഴുതുമ്പോൾ ഉറച്ചിരിക്കുവോ? അതുമില്ല. അല്പം കഴിഞ്ഞ് എണ്ണീറ്റ് വന്ന് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും, പിന്നെയും ചെന്ന് എഴുതും. और शायद इस तरह लड़ते हुए उसे बहुत दिन हो गए हैं. कभी कभी आशंका होने लगती है किसी दिन वह हार तो नहीं जाएगा और उसके मोती जैसे अक्षर, लहजे का आत्मविश्वास, हाजिर जवाबी और मजाकिया विट, शैली की खूबसूरती और वातावरण को मोड़ देने की कला टूटे हुए कवच की तरह दयनीय तो नहीं हो उठेंगे, क्योंकि यह लड़ाई सीधी और सरल नहीं है. यह विचित्र വിരോധാഭാസവും की लड़ाई है. എനിക്ക് ചില സമയത്ത് കമലേശ്വറിൻ്റെ ഈ തിരക്ക് പിടിച്ചുള്ള ജീവിതത്തിൻ്റെ ഇടയ്ക്കുള്ള എഴുത്ത്, പിന്നെ അതിനിടയ്ക്ക് സംസാരം, പിന്നെ എഴുതുന്ന ഈ ഒരു തിരക്ക് കാണുമ്പോൾ, ഈ ഒരു റൈറ്റിംഗ് സ്റ്റൈല് കാണുമ്പം എനിക്ക് ചില സമയത്ത് ഡർ ലഗ്നെ ലഗ്താ ഹൈ കി മുझे ആശങ്ക ഹോനെ ലഗ്തി ഹൈ. എനിക്ക് ഡൗട്ട് വരും, എന്താണ്? കിസി ദിൻ വഹ ഹാർ തോ നഹി ജായേഗ. ഇങ്ങനെയും കഥ എഴുതാമോ? ഇങ്ങനെ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് കഥ എഴുതുമ്പോൾ കഹി വഹ ഹാർ തോ നഹി ജായേഗ എന്നുവെച്ചാൽ കഥകൾ ഫ്ലോപ്പ് ആവുമോ? സിനിമ റിലീസാവുമ്പോൾ എല്ലാ സിനിമകളും വിജയിക്കത്തില്ല ഇല്ലേ, എല്ലാ സിനിമകളും ഹിറ്റാവത്തില്ല. നല്ല ഫിലിം സ്ക്രിപ്റ്റ് പോലും പലപ്പോഴും ഫ്ലോപ്പ് ആവും. അപ്പോൾ ഇങ്ങനെ ധൃതിയിൽ എഴുതുന്ന കഥകൾ എന്തെങ്കിലും ഫ്ലോപ്പ് ആവുമോ? ക്യാ യേ ഹാർ ജായേഗ? ഹാസിർ ജവാബി ഓർ മസാക്കിയ വിറ്റ്. ഇയാൾക്ക് നല്ല മസാക്കിയ വിറ്റാണ്, നല്ല ജോക്കൊക്കെ അടിക്കും, പെട്ടെന്ന് ഹാസിർ ജവാബിയാണ്, പെട്ടെന്ന് നിമിഷത്തിനകം ജോക്ക് അടിക്കും. ശൈലി കി ഖൂബ്സൂരത്തി ഓർ വാർത്താലാപ് കോ മൂഡ് ദേനെ കി കല. ഒരു ഡയലോഗിനൊരു മൂഡ് കൊണ്ടുവരാനും എല്ലാം കമലേശ്വറിന് കഴിവുണ്ട്. പക്ഷേ മുझे ക്യാ ആശങ്ക ലഗി രഹത്തി ഹൈ,
टूटे हुए कवच की तरह कहीं ये दयनीय तो नहीं हो उठेंगे. കവച്ച് എന്തുവാണ്? നമ്മൾ ഒരാൾ വാൾ കൊണ്ട് ഇതാണ് കവചം അല്ലേ? ഒരാൾ വാൾ കൊണ്ട് ആക്രമിക്കുമ്പോൾ നമ്മൾ തടയുന്നത്. तो मुझे लगता है टूटे हुए कवच की तरह कहीं कमलेश्वर दयनीय तो नहीं हो उठेगा क्योंकि यह लड़ाई सीधी और सरल नहीं है. എഴുത്തിൻ്റെ ലോകത്ത് ഒരു എഴുത്തുകാരനെ കാലാകാലങ്ങളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതിയാൽ മതിയോ? ഈ രീതിയിൽ എഴുതിയാൽ കമലേശ്വർ എന്നും സക്സസ്ഫുൾ ആവുമോ? കമലേശ്വറിൻ്റെ എല്ലാ കഥകളും ഹിറ്റാവുമോ എന്ന് എനിക്ക് സംശയമുണ്ടാവും. യഹി ക്യാ കം വിരോധാഭാസ് ഹൈ कि कमलेश्वर जिंदगी के छोटे छोटे झूठों के हथियारों से युग के अनेक स्तरीय सबसे बड़े झूठ के खिलाफ लड़ रहा है. हम सबकी तरफ से लड़ रहा है. അപ്പോൾ കമലേശ്വർ നേരത്തെ പറഞ്ഞ് झूठ बहुत बोलता था. ജീവിതത്തിലും കഥകളിലും ഒക്കെ ഇങ്ങനെ തള്ളാൻ ഭയങ്കര ഉസ്താദായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തള്ളൽ കൊണ്ട് പല കഥകളും ഹിറ്റായി. പക്ഷേ ഇതേ രീതിയിൽ തള്ളിക്കൊണ്ടിരുന്നാൽ झूठ के सहारे झूठ के हथियारों से ये कितने दिन तक टिक सकेगा, इस बात में मुझे शंका है. वह झूठ जो कभी उसे कम्युनिस्ट घोषित करके बीबीसी लंदन में मिलती नौकरी से हटाने की कोशिश करता है, तो कभी डेविल ऑफ पीस और नई कहानी और औरंगज़ेब बताकर अपने को शाहजहां का गौरव प्रदान करता है. सुना तो मैंने कहा औरंगज़ेब तो ठीक है, लेकिन शाहजहां तो कई हैं और हर शाहजहां दूसरे को पीछे धकेल कर कहता है असली शाहजहां मैं हूँ, मुझे पकड़कर कैद करो. और मैं मन्नू कमलेश्वर देर तक हंसते रहते हैं. അപ്പോൾ കമലേശ്വറിൻ്റെ ഈ ഒരു തള്ളൽ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതുന്നത് കാരണം കമലേശ്വർ എന്ന ഓഥറിൻ്റെ മുകളിൽ ഒരുപാട് ആക്ഷേപങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായി. उन्हें कभी कम्युनिस्ट घोषित कर दिया गया. बीबीसी लंदन में मिलती नौकरी से हटाने की कोशिश करता है. ഇങ്ങനെ കള്ളം തള്ളി എഴുതുന്നത് കാരണം ഒരിക്കൽ BBC ലണ്ടനിൽ അദ്ദേഹത്തിന് കിട്ടിയൊരു ജോലി അത് തെറിക്കുകയുണ്ടായി. കാരണം ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളൊരു ധാരണ അവർക്ക് പരന്നു. तो कभी डेविल ऑफ पीस और नई कहानी और औरंगज़ेब बताकर अपने को ഷാജഹാൻ का गौरव प्रदान करता है. അപ്പോൾ കമലേശ്വർ ആക്ച്വലി എഴുതുന്ന കാര്യങ്ങളിൽ പകുതിയും കള്ളമാണെന്ന് അടുത്തുള്ള രാജേന്ദ്ര യാദവ്, സുഹൃത്തായ രാജേന്ദ്ര യാദവിന് നല്ലപോലെ അറിയാം. പക്ഷേ വായനക്കാർക്ക് അങ്ങനെ തോന്നണമെന്നില്ലല്ലോ. വായനക്കാർക്ക് എന്താ തോന്നുന്നത്? എന്തെങ്കിലും തെറ്റിദ്ധാരണകളാണ് കൂടുതലും കമലേശ്വറിനെ പറ്റി തോന്നുന്നത്. और ये सुनकर मैं, मन्नू और कमलेश्वर देर तक हंसते रहे. हाँ यार, ये नैतिक पुनर्शस्त्रीकरण के स्तूप मुझे औरंगज़ेब बताते हैं. मेरे हाथ में हथियार देकर कहते हैं मुझे मारो. वह औरंगज़ेब के नहीं अभिमन्यु के ज़्यादा निकट पड़ता है. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തള്ളലും ഇദ്ദേഹത്തിൻ്റെ കള്ളം പറച്ചിലും എഴുത്തിലൂടെ ഉള്ളത് കാരണം പലരും അദ്ദേഹത്തിനെ ഔറംഗസേബാണെന്ന് വിശേഷിപ്പിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വിശ്വസിപ്പിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഒരു സുഹൃത്തെന്ന നിലയ്ക്ക്, ഇവനെ അറിയുന്ന ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ഇവന് കൂടുതലും അഭിമന്യുയുടെ സ്വഭാവത്തിനോടാണ് സാമ്യമുള്ളത്. അഭിമന്യു ആരാണ്? അർജുനൻ്റെ പുത്രൻ, ദുസ്സാഹസിയായിരുന്നു ഇല്ലേ? ദുസ്സാഹസി എന്തുവാണ്? ജീവൻ പോകുമെന്നറിഞ്ഞിട്ട് കൂടി അഭിമന്യു മഹാഭാരത യുദ്ധത്തിൽ എടുത്തു ചാടുകയാണ് ചെയ്തത്. അതാണ് ദുസ്സാഹസ്. അപ്പോൾ അങ്ങനത്തെ ഒരു അഭിമന്യുയുടെ സ്വഭാവമാണ് എനിക്ക് കമലേശ്വറിൽ വാസ്തവത്തിൽ കാണാൻ കഴിഞ്ഞത്. और उसकी ऊपरी तेज़ी एक हथियार की तेज़ी की ही याद दिलाती है. यह उसका स्वयं आरोपित व्यक्तित्व है. जो व्यक्ति इस हथियार को लेकर लड़ रहा है वह भीतर से बहुत सरल, संवेदनशील और अजहद भावुक है. ऐसा भावुक जो सिंसियर होने के सिवा कुछ हो ही नहीं सकता. അപ്പോൾ വെളിയിൽ നിന്ന്, അപ്പോൾ പല ആരോപണങ്ങളും ഇദ്ദേഹത്തിൻ്റെ മുകളിൽ, അന്നത്തെ എഴുത്തുകാരുടെ മുകളിൽ ഒരുപാട് ക്രിട്ടിക്കൽ അനാലിസിസ് നടക്കുമ്പം ഒരുപാട് ക്രിട്ടിക്സ് പല പല കാര്യങ്ങൾ പറയും. പക്ഷെ കമലേശ്വർ ആ സമയത്ത് വെളിയിൽ നിന്ന് ഈ ഒരു ആരോപണങ്ങളെല്ലാം നേരിടുമ്പോഴും അകത്ത് വോ कैसे थे, ഉള്ളിൽ നിന്ന് അദ്ദേഹം വളരെ സരൽ, സംവേദൻശീൽ ഓർ ഭാവുക് थे. വളരെയധികം ഇമോഷണലും വളരെയധികം മനുഷ്യരോട് അറ്റാച്ച്മെൻറ്റും ഉള്ളൊരു വ്യക്തിയായിരുന്നു. आप गलत हो या सही, अगर वह आपका मित्र है तो फिर आपके लिए सब कुछ कर सकता है. ഇനിയും കമലേശ്വറിൻ്റെ ഒരു പേഴ്സണൽ സ്വഭാവം പറയാണ്. ആപ് ഗലത് ഹോ യാ സഹി, നിങ്ങൾ തെറ്റാ ചെയ്യുന്നത് ശരിയാ ചെയ്യുന്നത് അതല്ല അദ്ദേഹം നോക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണെങ്കിൽ നിങ്ങൾ തെറ്റോ ശരിയോ ചെയ്യുന്നു, അദ്ദേഹം താങ്കളുടെ കൂടെ നിൽക്കും.
अगर वह आपका मित्र है तो फिर आपके लिए सब कुछ कर सकता है. आपके मित्र उसके मित्र हो जाते हैं. आपके शत्रु. राकेश का पीछा किया जा रहा था और टैक्सियों में या अकेले में वही उसके साथ था रात दिन. മോഹൻ രാകേഷിൻ്റെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ ഒരു ഇഷ്യൂ വന്നപ്പോൾ രാവും പകലും മോഹൻ രാകേഷിൻ്റെ കൂടെ ജീവൻ പണയം വെച്ച് പോയ ഒരു വ്യക്തിയാണ് കമലേശ്വർ. राकेश को हवाई जहाज से बम्बई जाना था और वही रात को सामान लेकर पालम पहुंचा था. सारा दिन भटक कर रात को 2-2 बजे आता था और हर समय किसी खटके की आशंका से चौकन्ना रहता था. गुगलानी जी तो मज़े में अपनी तिन्नी को लेकर बम्बई उड़ गए और अगले दिन फतेह 5 लड़कों को लेकर मुझे पीटने आ पहुंची. മോഹൻ രാകേഷിൻ്റെ ലൈഫിൽ ഒരു പെണ്ണിഷ്യൂ, ഒരു സ്ത്രീ ഇഷ്യൂവിൽ മോഹൻ രാകേഷ് അല്പം ടെൻഷനിലായിരുന്നു. രാകേഷിന് അടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഓടി നടക്കുകയും, പക്ഷേ ആ സമയത്ത് കമലേശ്വറാണ് രാകേഷിന് സാധനങ്ങൾ എയർപോർട്ടിലെത്തിക്കുകയും കമലേശ്വർ സ്വയം റിസ്ക് എടുത്ത് പല രാത്രികൾ ഉറങ്ങാതിരുന്നു. കാരണം ഒരു അടി കിട്ടാനുള്ള സാധ്യതയെല്ലാം ഉണ്ടായിരുന്നു. ഇത് ശരിയോ തെറ്റോ എന്നല്ല, സുഹൃത്താണെങ്കിൽ പിന്നെ ജീവൻ കളഞ്ഞ് രക്ഷിക്കുമായിരുന്നു. യഹി നഹി, आज जयंत की समस्या हल कर रहे हैं. कल जोशी जी की शादी करने में बड़े भाई बने हैं. परसों नरेश का सामान लदवाए चले आ रहे हैं. അതുപോലെ തന്നെ ഇന്ന് വേറൊരാളുടെ കല്യാണത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ വേറൊരാളുടെ ജയന്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പേഴ്സണൽ ഇഷ്യൂ, അല്ലെങ്കിൽ പിന്നെ നരേഷ് കാ സാമാൻ ലദ്വായെ ചലേ ആ റഹേ ഹെ. നരേഷ് മെഹത്ത ആയിരിക്കാം, എഴുത്തുകാരെ പറ്റിയായിരിക്കാം, ഇവരുടെ സർക്കിളിലുള്ള ഫ്രണ്ട്സും റിലേറ്റീവ്സിൻ്റെയും ഏത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഒരു തൊഴിലാളിയെ പോലെ അങ്ങ് കൂടെ എല്ലാ ജോലിയും ചെയ്യും. അല്ലാതെ ഒരു വലിയ എഴുത്തുകാരനാണെന്നും പറഞ്ഞ് മാറി നിൽക്കത്തില്ല. അതായിരുന്നു കമലേശ്വർ. किन क्षणों में बिल्कुल नहीं. चारों तरफ से कमरा बंद करके अत्यंत गंभीरता से वह जिसके साथ 3 घंटे बातें करता है, विश्वास देता और लेता है. हो सकता है उसके सीढ़ियाँ उतरते ही कहे, चुंगत कहीं के, कमलेश्वर ही एक बेवकूफ़ मिला है. दुनिया भर की तवालतें ले, विश्वास में आकर ब्लैंक चेक दे दे और आप बैठे बैठे मक्खन खाएं. उस वक्त कमलेश्वर को याद भी न करें. അതുപോലെ തന്നെ കമലേശ്വറിൻ്റെ സ്വഭാവത്തിലെ വേറൊരു പ്രത്യേകത, ഒരാളുടെ കൂടെ അടച്ച മുറിയിലിരുന്ന് 3 മണിക്കൂറോളം വിശദമായിട്ട് സംസാരിച്ച് വളരെ ആത്മീയമായിട്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അയാൾ അങ്ങോട്ട് ആ ബിൽഡിങ്ങിൽ സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പം തന്നെ കമലേശ്വർ പറയും, വഹ മുझे ബേവ്കൂഫ് ബനാത്ത ഹെ. അവൻ എന്നെ വിഡ്ഢിയാക്കാനാണ് വരുന്നത്. അവൻ എന്നെ വിഡ്ഢിയാക്കുന്നത്. ദുനിയാ ഭർ കി തവാലത്തെ ലേ, വിശ്വാസ് മേ ആക്കർ ബ്ലാങ്ക് ചെക്ക് ദേ ദേ और आप बैठे बैठे मक्खन खाएं. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ പലപ്പോഴും കമലേശ്വറിനെ പലരും പറ്റിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളുമായിട്ട്, അങ്ങനത്തെ വ്യക്തികളുമായിട്ട് മണിക്കൂറുകളോളം സംസാരിക്കുകയാണെങ്കിൽ അവരങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവർക്ക് തോന്നും കമലേശ്വറിനൊന്നും മനസ്സിലായില്ല, കമലേശ്വറിനെ വിഡ്ഢിയാക്കിയെന്ന്. പക്ഷേ കമലേശ്വർ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. അവൻ എന്നെ പറ്റിച്ചിട്ടാണ് ഈ പോയത്. उसके इलाहाबाद और दिल्ली के मित्रों ने उसका जिस तरह उपयोग करना चाहा है वह उसे तल्ख भी बना देता है. वह कुड़ता है, भन्नाता है, लेकिन जब सामने आकर वे कंधे पर हाथ रख कर आँखें गीली करके कहते हैं, यार कमलेश्वर तू समझता नहीं है, तो कमलेश्वर जी फिर भावुक हो जाते हैं. അദ്ദേഹത്തിന് തന്നെ ഡൽഹിയിലെയും ഇലഹാബാദിലെയും പല സുഹൃത്തുക്കളും അദ്ദേഹത്തെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് യൂസ് ചെയ്തിട്ട് മിസ്യൂസ് ചെയ്തെന്ന് വേണേൽ പറയാം. പക്ഷേ അവർ തന്നെ ആ സമയത്ത് കമലേശ്വറിന് ദേഷ്യം വരുമെങ്കിലും വോ കുടുത്താ ഹെ, ഭന്നാത്ത ഹെ, ഇറിറ്റേറ്റ് ആവും, വളരെ ദേഷ്യപ്പെടും. ലേക്കിൻ ജബ് സാമനെ ആക്കർ വേ കന്ധേ പർ ഹാത്ത് റഖ് കർ ആഖേം ഗീലി കർക്കെ കഹത്തെ. പക്ഷേ ആ സുഹൃത്തുക്കൾ തന്നെ കമലേശ്വറിനെ മാക്സിമം മിസ്യൂസ് ചെയ്തിട്ട് ആ സുഹൃത്തുക്കൾ തന്നെ അടുത്ത് വന്ന് അയ്യോ കമലേശ്വർ എന്നും പറഞ്ഞ് സ്നേഹത്തോടെ വന്നാൽ ഇയാളും അങ്ങ് ഇമോഷണലാവും. ഇയാളും അതെല്ലാം മറക്കും, അവർ ചെയ്ത കുറ്റങ്ങളെല്ലാം മറക്കും. ഭാവുക്ത ശക്തി और कमज़ोरी दोनों है. यह देखने के लिए कमलेश्वर के निकट आना होगा, क्योंकि उसकी भावुकता बात बात में बह निकलने वाली गिलगिली भावुकता कतई नहीं है. ഇമോഷൻസ് വ്യക്തിയുടെ ശക്തിയും അതിൻ്റെ വീക്ക്നെസ്സും ആണെന്നുള്ളത് കമലേശ്വറിനെ പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്.
बात बात में बह निकलने वाली ഗിൽഗിലി ഭാവുകത കത്തൈ नहीं है കമലേശ്വർ की. പറയുമ്പോൾ ഉടനെ ഇമോഷൻ ആവുന്ന, ഭയങ്കര ഡ്രാമാറ്റിക്കായിട്ട് കരയുന്ന അല്ലെ ഫീലിങ്സ് കാണിക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയല്ല കമലേശ്വർ. भावुक लोगों की बहुत किस्में हैं. मैं उनमें 2 तरह के भावुकों को जानता हूँ. कुछ लोग होते हैं जिन्हें ज़रा ज़रा सी बातें छू जाती हैं. वे आपसे उम्मीद किए बैठे हैं कि मिलते ही आप उनसे उनके स्वास्थ्य के बारे में पूछेंगे. हेलो कहकर आप उनके गले से लिपट जाएंगे. लेकिन आप निहायत संयत भाव से बिना कुछ बोले उनकी तरफ कॉफ़ी सरका देते हैं. लीजिए साहब, उनकी भावनाओं को चोट पहुंच गई और वे अब आँखों भरे आपकी बेमुर्वती पर खफा हैं. പല ടൈപ്പ് ആൾക്കാരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതി പല ടൈപ്പാണ്. എനിക്ക് 2 ടൈപ്പ് ഇമോഷണൽ പീപ്പിളിനെ അറിയാം. मैं 2 तरह के भावुकों को जानता हूँ. कुछ लोग होते हैं जिन्हें ज़रा ज़रा सी बातें छू जाती हैं. ചില ആൾക്കാർക്കാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ ഇമോഷണലാക്കും. वे आपसे उम्मीद किए बैठे हैं कि मिलते ही आप उनसे उनके स्वास्थ्य के बारे में पूछेंगे. ചില ആൾക്കാർ അങ്ങ് ധരിക്കുന്നത് എന്താണ്, നമ്മൾ അവരെ ആദ്യമായിട്ട് നമ്മൾ അവരെ കാണുമ്പം തന്നെ അയ്യോ എങ്ങനെയുണ്ട്, ഹെൽത്ത് എങ്ങനെയുണ്ട്, ഹലോ സുഖമാണോ, അങ്ങനെയൊക്കെ ചോദിക്കണം, കെട്ടിപ്പിടിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കണം. പക്ഷേ നമ്മൾ അതിന് പകരം അവരെ കാണുമ്പം വളരെ വിനയത്തോടെ ഒരു കപ്പ് കോഫി അങ്ങോട്ട് നിരക്കി കൊടുക്കുകയാണ്. ഒരു കപ്പ് കോഫി അവർക്ക് ഓഫർ ചെയ്യുകയാണെങ്കിൽ അവർക്കത് തന്നെ മതി ഇമോഷണൽ ആവാൻ. അവരുള്ളിൽ എന്താ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ അവരുടെ ഹെൽത്തിനെ പറ്റി ചോദിക്കുമെന്ന്. അപ്പോൾ അവരങ്ങ് നമ്മുടെ ഇമോഷൻലെസ്സിനെ പറ്റി അവർ മനസ്സിൽ കരുതും. ज़रा सी उपेक्षा उनमें आत्महत्या की इच्छा जगा देती है और ज़रा सा प्यार उनकी आँखों में ആസു ലേ ആത്താ ഹെ. ഈ ടൈപ്പ് ഫസ്റ്റ് ടൈപ്പ് ഭാവുക ആൾക്കാർ, ഇമോഷണൽ ആൾക്കാർ, ജറാസി ഉപേക്ഷ, നമ്മൾ അവരെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്ന കണ്ടാൽ അവർക്ക് ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നും, അത്രയ്ക്ക് വിഷമമാവും. और ज़रा सा प्यार उनकी आँखों में आंसू ले आता है. छोटी छोटी बातों पर वे ऊपर से रोते, सिर धुनते हैं, खुश होते और नाचते हैं. അതുപോലെ ഈ ടൈപ്പ് ഇമോഷണൽ ആൾക്കാർ ചെറിയ ചെറിയ കാര്യം മതി കരയാൻ തുടങ്ങും, ചിരിക്കാൻ തുടങ്ങും, സന്തോഷിക്കും, ഡാൻസ് ചെയ്യും. लेकिन भीतर में निहायत व्यावहारिक, स्वार्थ दृष्टा और निर्विकार, कोल्ड, हिसाबी, उनका हर आंसू और कह कहा പ്രാണോ കാ ഉന്മുക്ത് വിസർജൻ നഹി. പക്ഷേ ഉള്ളിൽ വാസ്തവത്തിൽ ഈ ഇമോഷൻസ് ഓവറായിട്ട് കാണിക്കുന്ന, ഡ്രമാറ്റിക്കായിട്ട് ഇമോഷൻസ് കാണിക്കുന്നവർ ഒരു പക്ഷേ ഉള്ളിൽ വളരെ കോൾഡ്, വളരെ നിർവികാർ, വളരെ സ്വാർത്ഥർ, അതുപോലെ വളരെ ഹിസാബി, എല്ലാത്തിനും കണക്ക് വെക്കുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും. ഉൻകാ ഹർ ആസു ഓർ കഹ കഹ പ്രാണോ കാ ഉന്മുക്ത് വിസർജൻ നഹി. അവരുടെ ഓരോ കണ്ണുനീരും ഓരോ ചിരിയും വാസ്തവത്തിൽ അവരുടെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കുന്നതായിരിക്കില്ല, ഫേക്ക് ആയിരിക്കും. സിർഫ് ഹത്തിയാർ യാ ढाल होता है, एक वेल कैलकुलेटेड इन्वेस्टमेंट. इसीलिए व्यवहार में ये लोग घोर प्रैक्टिकल और किसी हद तक क्रूर भी होते हैं. कोई बता रहा था कि गोएल्ब्स की आज्ञाओं पर जब हज़ारों बेकसूर यहूदी गैस चैम्बर में घुट घुट कर दम तोड़ रहे होते हैं, उस समय वह खुद बाख का संगीत सुनता हुआ भाव विभोर रो रहा होता था. गांधीवाद ने तो इस तरह के भावुकों की पूरी एक फौज ही पैदा कर दी है. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇങ്ങനെ ഓവർ ഇമോഷൻസ് കാണിക്കുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ അകത്ത് ഭയങ്കര കാൽക്കുലേറ്റഡും ഭയങ്കര ക്രൂരരുമാവാൻ സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ പറയുന്നത് ഗോയൽബ്സ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അയാളുടെ ഓർഡർ അനുസരിച്ച് ഒരുപാട് ബേക്കസൂർ, ഒരു കുറ്റവും ചെയ്യാത്ത യഹൂദികളെ ഗ്യാസ് ചാമ്പറിൽ അടച്ചിട്ട് കൊല്ലുകയുണ്ടായി. ആ സമയത്ത് പറയപ്പെടുന്നത് ഇയാൾ എന്ത് ചെയ്യായിരുന്നു, സംഗീതവും കേട്ടിട്ട് വളരെ ഭാവവിഭോർ ഹോക്കർ, വളരെ ഇമോഷണലായിട്ട് കരയുമായിരുന്നെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇതൊക്കെ വെറും വെളിയിലത്തെ ഒരു ഷോ ആണെന്ന ഈ ഇമോഷൻസ്. गांधीवाद ने तो इस तरह के भावुकों की पूरी एक फौज ही पैदा कर दी है. ഈ ഗാന്ധിവാദിൻ്റെ പേരിൽ നോൺ വയലൻസ് ആണ് എന്നൊക്കെ ചുമ്മാ വെളിയിൽ നിന്ന് അടിച്ചു വിടും, പക്ഷേ ഉള്ളിൽ ഭയങ്കര വയലൻസ് കൊണ്ടെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു ഫോജ്, ഒരു ബറ്റാലിയൻ ആൾക്കാർ ഞാൻ തന്നെ വേണേൽ ചൂണ്ടിക്കാണിക്കാം. എന്നുവെച്ചാൽ കാണിക്കുമ്പം ഖദ്ദറിടുന്നു, ഭയങ്കര നോൺ വയലൻറ്റ് സ്വഭാവമാണ്, നല്ല ഗാന്ധിയൻ ആദർശങ്ങൾ പാലിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ഉള്ളിൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എനിക്ക് അറിയാം.
दूसरी तरह के भावुक न बात बात पर रोते हैं न ഗദ്ഗദാते हैं. ഇനി ഇമോഷണൽ ഭാവുക് ടൈപ്പ് പീപ്പിൾ രണ്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. രണ്ടാമത്തെ ആൾക്കാർ എന്താണ്? न बात बात पर रोते हैं न गदगदाते हैं. उनकी आंखों में आंसू नहीं आते और भावना और विश्वास की एक नन्ही सी गंध चुपचाप जिंदगी की धार को मोड़कर चली जाती है. और पूरे होश में सुने हुए केवल 2 छोटे छोटे वाक्य संघर्षरत सिपाही की आत्मा की धरोहर बन जाते हैं. हो सकता है यह हद दर्जे की भावुकता ही हो, लेकिन कमलेश्वर की भावुकता कहीं उसने कहा था कि लहना सिंह की वंशधर भी नहीं है. उस दिन वह मेरे लिए सचमुच अभिनंदनीय हो उठा था, जिस दिन हर प्राप्त सुविधा और साधन की कीमत पर उसने इस भावना को खरीदा था. കമലേശ്വർ ഇങ്ങനെ സെക്കൻഡ് ടൈപ്പ് പേഴ്സണായിരുന്നു. വെറുതെ ഇമോഷൻസ് കാണിച്ച് ഉള്ളിൽ കള്ളത്തരം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഉസ്നെ കഹാഥ എന്ന ചന്ദ്രധർ ശർമ്മ ഗുലേരിയുടെ ഒരു ഫേമസ് സ്റ്റോറിയാണ്, ഏർലി റൈറ്റിങ്സിൽ ഒരു ഫേമസ് സ്റ്റോറിയാണ് ഉസ്നെ കഹാഥ. അതിലെ ഒരു നായകൻ്റെ ആ ഒരു ഇമോഷൻസുമായിട്ട് കമലേശ്വറിൻ്റെ ഇമോഷൻസിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണ് രാജേന്ദ്ര യാദവ്. അപ്പോൾ രാജേന്ദ്ര യാദവ് അങ്ങനെ ഒരു കമ്പാരിസണിൽ ആ ഒരു കൺക്ലൂഷനിലെത്തുകയാണ്. ഉസ്നെ കഹാഥ എന്ന ആ ഒരു നായകൻ്റെ ഒരു ഇമോഷൻസാണ്. ഉസ്നെ കഹാഥ സ്റ്റോറിയിൽ ആക്ച്വലി പാർട്ടീഷൻ സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമാവുന്നു, പക്ഷേ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പിരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് കമലേശ്വറിൻ്റെ സ്വഭാവത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. 5-1 साल पहले की बात है. मैं कलकत्ता से आगरा जा रहा था. रीढ़ की हड्डी में दर्द था और बैठना मुश्किल था. कमलेश्वर ने हर तरह की सुविधाएं जुटाई थी कि मैं कुल्टा का उत्तरार्ध पूरा कर लूं. होली का भूत बने हुए उसने मुझे कहीं से एक टाइपराइटर लाकर दे दिया था. रोज़ रात को देर तक हम लोग गप्पे लड़ाते, योजनाएं बनाते. कमलेश्वर ने नया नया प्रकाशन शुरू किया था. सो दुनिया भर का जोश मन में था. कुछ भी सुनने की फुर्सत नहीं थी. रात को 2 बजे जब वह मुझे स्टेशन छोड़ने आया तो मैंने सवाल सामने रख दिया. खिड़की पर कोहनी टेके वह खड़ा था. बेवकूफ़ी ही सही राजेंद्र, लेकिन है. जिंदगी में सभी कुछ अच्छा करने का ठेका लेकर तो हम आए नहीं थे. 5-6 വർഷം മുമ്പിലത്തെ കാര്യമാണ്. ഇത് എഴുതുമ്പോൾ ഉള്ള കാര്യമാണ്. ഈ സംസ്മരണം എഴുതുന്നതിൻ്റെ 5-6 വർഷം മുമ്പുള്ള കാര്യമാണ്. രാജേന്ദ്ര യാദവ് കൽക്കട്ട സേ ആഗ്ര ജാ രഹേ ഥേ. അദ്ദേഹത്തിൻ്റെ റീഡ് കി ഹഡ്ഡി മേ ദർദ് ഥാ. അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിൽ നല്ല വേദന ഉണ്ടായിരുന്നു. ബൈഠന മുഷ്കിൽ ഥാ. കമലേശ്വർ ने हर तरह की सुविधाएं जुटाई थी. പക്ഷേ കമലേശ്വർ എനിക്ക് നല്ലപോലെ ഇരിക്കാൻ ഉള്ളൊരു കംഫർട്ടിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നു. ഓർ മേ കുൾട്ട കാ ഉത്തരാർദ്ധ പൂരാ കർലും. കുൾട്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു രചന, അത് ഞാൻ എങ്ങനെയും എഴുതി തീർക്കണമെന്ന് കമലേശ്വറിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. होली का भूत बने हुए उसने मुझे कहीं से एक टाइपराइटर लाकर दे दिया था. रोज़ रात को देर तक हम लोग गप्पें लड़ाते, योजनाएं बनाते. കമലേശ്വർ ने नया नया പ്രകാശൻ शुरू किया था. ആ കാലഘട്ടത്തിൽ കമലേശ്വർ ഒരു പബ്ലിഷറായിട്ട് മാറിയിരുന്നു. ഒരു പ്രകാശൻ ഹൗസ് തുടങ്ങിയിരുന്നു. അപ്പോൾ എഴുത്തുകാർ പബ്ലിഷറായിട്ട് മാറുന്നതും ഒരു അന്നത്തെ കാലത്ത് ഒരു ബിസിനസ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി അങ്ങനെയും ചെയ്യുമായിരുന്നു. और इसलिए दुनिया भर का जोश उसके मन में था. വളരെ എക്സൈറ്റഡ് ആയിരുന്നു കമലേശ്വർ, കാരണം ഒരു പബ്ലിഷറിൻ്റെ റോളിൽ അദ്ദേഹം വരികയായിരുന്നു. कुछ भी सुनने की फुर्सत नहीं थी. रात को 2 बजे जब वह मुझे स्टेशन छोड़ने आया तो मैंने सवाल सामने रख दिया. അപ്പോൾ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിടാൻ ഓഫ് ചെയ്യാൻ വന്നപ്പോൾ രാത്രി 2 മണിയാണ്. അപ്പം ഞാൻ അങ്ങ് ചോദിച്ചു, കാരണം നീ ഈ സ്റ്റെപ്പ് എടുക്കുന്നത് ശരിയാണോ? കാരണം എവിടെയെങ്കിലും ഒരു ഫോൾട്ട് വന്നാൽ ഒരു പബ്ലിഷർ എന്ന നിലയ്ക്ക് നഷ്ടം വന്നാൽ എഴുത്തുകാർക്ക് എഴുതാനേ അറിയൂ. പബ്ലിഷിംഗ് ഫീൽഡിൽ കുറേ ബിസിനസ് മൈൻഡും വേണം. അപ്പോൾ ഏതിലും കാരണവശാൽ അടി തെറ്റിയാൽ പ്രശ്നമാവുമോ എന്ന് ഞാൻ ചോദിക്കും. बेवकूफ़ी ही सही राजेंद्र, लेकिन है. ज़िंदगी में सभी कुछ अच्छा करने का ठेका लेकर तो हम नहीं आए थे. ബേവ്കൂഫി ആകാം, വിഡ്ഢിത്തരം ആകാം ഞാൻ ഈ പബ്ലിഷിംഗ് തുടങ്ങിയത്. പക്ഷേ ലൈഫിൽ എല്ലാം നല്ലതേ ചെയ്യൂ, എല്ലാം ശരിയേ ചെയ്യൂ എന്നുള്ള ഒരു ठेका എന്നുള്ളൊരു കോൺട്രാക്റ്റ് എടുത്തല്ലോ നമ്മളിങ്ങോട്ട് വന്നത്. रास्ते भर वह मुझे निहत्ते अभिमन्यु की याद दिलाता रहा. शायद अभिमन्यु की आत्महत्या कहानी की पहली चिंगारी
വഹീ മിലി. അപ്പോൾ എനിക്ക് ആ ട്രെയിൻ യാത്രയിൽ മുഴുവനും ഞാൻ കമലേശ്വറിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഇയാൾ ശരിക്കും ഒരു അഭിമന്യു ആണല്ലോ എന്ന്. ഒരുപക്ഷെ ആ ഒരു ഇൻസിഡൻറ്റ് മനസ്സിൽ കിടന്നത് കാരണമായിരിക്കാം ഞാൻ അഭിമന്യു കി ആത്മകഥ എന്ന ഒരു കഥ എഴുതാൻ എൻ്റെ മനസ്സിൽ വന്നത്. ഒരുപക്ഷെ അതായിരിക്കാം. यह वह खुद जानता है कि ऐसी भावनात्मक निष्ठा एडोलसेंस और बेवकूफ़ी ही है, एक ऐसी कमज़ोर पतवार जो जाने किस मझधार में जाकर टूट जाए. शायद यह भी वह जानता है कि ऐसे ही नाजुक तलवे को बचाने के लिए नुकीले और खुरदुरे जूते पहनने होते हैं, ताकि हर व्याध उसे ही निशाना न बना ले, और तब आदमी हठपूर्वक झूठा और सजग बनता है. അപ്പോൾ വഹ ഖുദ് ജാൻതാ ഹെ. കമലേശ്വർ പബ്ലിഷറായിട്ട് മാറിയപ്പോൾ അയാൾക്ക് തന്നെ അറിയാമായിരുന്നു, അയാൾക്ക് സ്വയം ഈ ബോധ്യം ഉണ്ടായിരുന്നു. ആസി ഭാവനാത്മക് നിഷ്ഠ എഡോളസൻസ് ഓർ ബേവ്കൂഫി ഹി ഹെ. അഡോളസൻ്റ് ഏജിൽ ടീനേജേഴ്സ് കുട്ടികൾ പല അബദ്ധങ്ങളും കാണിക്കും, പിന്നീട് അവർ ഒരുപക്ഷെ റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ കമലേശ്വറിന് അറിയാം ഇതൊരു ബേവ്കൂഫി ആണെന്നും ഇതൊരു അഡോളസൻസ് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നും കമലേശ്വറിന് മനസ്സിലായി. കാരണം അയാൾ പബ്ലിഷിങ്ങിനെ പറ്റി അയാൾക്ക് വലുതായിട്ട് അറിയില്ല, പക്ഷേ അയാൾ എടുത്ത് ചാടി. और वो ये भी जानता था कि इस नाजुक तलवे को बचाने के लिए നുക്കീലെ और खुरदरे जूते पहनने होते हैं. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ റഫായിട്ടുള്ള റോഡിൽ നടക്കുമ്പം ആപ്കോ അച്ഛേ ജൂത്തെ പഹന്നെ ഹോത്തെ ഹെ. സാധാ ജൂത്ത ഇട്ടിട്ട് കാര്യമില്ല, നല്ല സ്പൈക്സ് ഉള്ള ഷൂസ് ഇടേണ്ടി വരും റഫ് ഏരിയയിലൂടെ പോകുമ്പോൾ. അപ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന വഴി അത്ര എളുപ്പമുള്ള വഴിയല്ല. എങ്ങനെയൊക്കെയാണ്? കംസോർ പത്വാർ നജാനെ കിസ് മജ്ദാർ മേ ജാക്കർ ടൂട്ട് ജായ്. എൻ്റെ ഈ പത്വാർ, ഈ വള്ളം തുഴയുന്ന ആ ഒരു കഴക്കോലുണ്ടല്ലോ, അത് എൻ്റെ ഈ വള്ളത്തിനെ എവിടെ കൊണ്ട് അടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഒരു ഓപ്പോസിറ്റ് തിരമാലകളുടെ എതിരെ നീന്തുന്ന ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. അത് അഡോളസൻസും ബേവ്കൂഫി ആണെന്നും എനിക്കറിയാം, കമലേശ്വറിനറിയാം. അത് മാത്രമല്ല, ഹർ വ്യാധ് ഉസേ ഹി നിശാന ന ബനാലേ. എല്ലാ വ്യാധ് ശിക്കാരി, വേട്ടക്കാരൻ നമ്മൾ വേട്ടയാടാൻ വേണ്ടി നമ്മൾ ചെന്ന് നിന്നു കൊടുക്കുന്ന ഒരവസ്ഥ പോലെ ആയിപ്പോകരുത്. കമലേശ്വറിന് അത് അറിയാമായിരുന്നു. താനൊരു പബ്ലിഷിംഗ് ഫീൽഡിൽ ഇറങ്ങുമ്പം അല്പം വിട്ടിത്തരമാകും, പക്ഷേ എന്നാലും എടുത്തു ചാടി. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? എല്ലാം നല്ലത് ചെയ്യണം, എല്ലാം ശരി ചെയ്യണം എന്നുള്ളൊരു കോൺട്രാക്റ്റ് എടുത്തൊന്നും അല്ല നമ്മളിവിടെ ജന്മം എടുത്തത്. ഭാവനാത്മക് നിഷ്ഠ സച്മുച്ച് एक कमज़ोरी है. यह एहसास उसे उकसाता और ललकारता है कि वह दुनिया भर और साधन संपन्न लोगों को उनके स्तर पर मात दे. यह दूसरी चक्रव्यूही असहायता है. यह उसका बहुत संवेदनशील होना है, जो उसे एक के बाद दूसरी भूल भलैयों में ले जाता है. मजबूरी यह है कि न तो वह दूसरों की भावनाओं के प्रति क्रूर हो पाता है, न अपने प्रति गैर ईमानदार, लेकिन अपने और दूसरों के बीच സംഗതി नहीं बैठ पाती. അയാളൊരു ചക്രവ്യൂഹത്തിൽ പെടുന്നു. ശരിക്കും ഒരു അഭിമന്യുടെ സ്വഭാവമായിരുന്നു, ദുസ്സാഹസിയായിരുന്നെന്ന് പറഞ്ഞല്ലോ. കാര്യങ്ങൾ അറിയാതെ തന്നെ ശരിക്കും ബിസിനസ്സിൻ്റെ എല്ലാ ഇതും, ഇപ്പം പബ്ലിഷർ ആവുക എന്ന് വെച്ചാൽ അതിൽ സെയിൽസ് ഉണ്ട്, അതിൽ ബിസിനസ്സിൻ്റെ പല ടെക്നീക്സ് ഉണ്ട്, മാനേജ്മെൻ്റ് ഉണ്ട്. അതൊന്നും അറിയാതെ തന്നെയാണ് എടുത്ത് ചാടിയത്. അതുകൊണ്ട് തന്നെ ഒരു ചക്രവ്യൂഹിൽ ചെന്ന് പെടുന്ന ഒരു അഭിമന്യുടെ ഒരു അവസ്ഥ തന്നെയായിരുന്നു. पर उसका बहुत संवेदनशील होना है, जो उसे एक के बाद दूसरी ഭൂൽ ഭുലയ്യോമേ ലേ ജാത്താ ഹെ. ഭൂൽ ഭുലയ്യ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മേസിൽ ഒരു കൺഫ്യൂഷനിൽ നമ്മളെ ഈ എന്താ പറയുക, അതായത് ഇതുപോലെ ഇതാണ് ഭൂൽ ഭുലയ്യ. നമ്മളെ എവിടെ നിന്ന് ഇറങ്ങണം, ഒരിക്കൽ പെട്ടുപോയാൽ എവിടെ നിന്ന് ഇറങ്ങണമെന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥ. അപ്പോൾ കമലേശ്വറിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നത് കാരണം ഇങ്ങനെ പല ഭൂൽ ഭുലയ്യയിൽ അയാൾ സ്വയം ചെന്ന് പെടുമായിരുന്നു. മജ്ബൂരി യഹ് ഹെ कि न तो वह दूसरों की भावनाओं के प्रति क्रूर हो पाता है. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതും കമലേശ്വറിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും അയാളെ പറ്റിക്കുന്നു, അയാളെ ഉപയോഗിക്കുന്നു, സുഹൃത്തുക്കൾ തന്നെ വഞ്ചിക്കുന്നു. പക്ഷേ അവരെ ഒന്നും വിഷമിപ്പിക്കാൻ കമലേശ്വറിന് താല്പര്യമില്ലായിരുന്നു. और न अपने प्रति गैर ईमानदार, लेकिन अपने और दूसरों के बीच संगति नहीं बैठ पाती. तब निश्चय अनिश्चय का द्वंद्व उसके जीवन का पर्याय बन जाता है. निश्चय अनिश्चय, എന്താണ് തീരുമാനിക്കുന്നത്, എന്താണ് വേണ്ടാന്ന് വെക്കേണ്ടത് ജീവിതത്തിൽ, അതിൻ്റെ ഒരു ദ്വന്ദ് കമലേശ്വറിൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ടെൻഷൻ, ഒരു തനാവ്, ഒരു കോൺഫ്ലിക്റ്റ്. ദ്വന്ദ് എന്ന് വെച്ചാൽ എന്തുവാ? കോൺഫ്ലിക്റ്റ്.
उसके लिए निर्णय न ले सकना साहसहीनता नहीं, क्रूर और कैलस न हो पाना है। ईमानदारी से पूछा जाए तो आज व्यक्तिगत नैतिकता और परंपरागत नैतिकता के इस द्वंद्व को पार कर लेना किस अकेले आदमी के बस का है। इसके लिए तो शायद पूरी एक संवेदनशील पीढ़ी को निर्णयहीनता की इस घुटन से गुजरना होगा, क्योंकि निर्णय वरन चुनाव कर सकने के लिए हम में से कौन സ്വതന്ത്ര है. ഇന്നും നമ്മുടെ ലൈഫിൽ എടുക്കാൻ പറ്റാത്തത്, ഒരു പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് പറ്റാത്ത ഒരുപാട് പേരുണ്ട്. तो निर्णय लेने की ये जो असमर्थता है, നമ്മുടെ ഒരു വ്യക്തിഗത് നൈതികത, നമ്മുടെ ഒരു പേഴ്സണൽ മൊറാലിറ്റി അല്ലെങ്കിൽ പരമ്പരാഗത് നൈതികത, ഒരു ട്രഡീഷണൽ മൊറാലിറ്റി, ഇതെല്ലാം മനസ്സിൽ വെച്ച് നമുക്ക് പലപ്പോഴും പല ഡിസിഷൻസും എടുക്കാൻ ബുദ്ധിമുട്ടാകാറുണ്ട്, നമുക്കും നമ്മുടെ ജീവിതത്തിലും. കാരണം പേഴ്സണലി ഒരാളെ ഫീൽ ചെയ്യിപ്പിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ട്രഡീഷണലി നമ്മുടെ മനസ്സിൽ ചില വാല്യൂസ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പം നമ്മൾക്കും ചില സമയത്ത് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളും വളരെ ക്രൂഷ്യൽ പോയിന്റിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻസ് വരാറുണ്ട്. ക്യോങ്കി നിർണയ ചുനാവ് കർ സക്നെ കെ ലിയെ ഹമ്മേ സെ കോൺ സ്വതന്ത്ര ഹെ. എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പലപ്പോഴും പറ്റില്ല. നമ്മൾ മകളെന്ന നിലയ്ക്ക് ചിലപ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻസ് കാണും, ഭാര്യ എന്ന നിലയ്ക്ക്, ഭർത്താവ് എന്ന നിലയ്ക്ക്, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണും. കോൺ കഹ സക്താ ഹെ कि उसने किसी न किसी भीतरी बाहरी दूर और पास की लाचारी में अपना हर निर्णय नहीं लिया है. फिर एक ही जगह दूसरे एपिसोड को चुनते चले जाने की अपेक्षा न चुन पाने की इस मजबूरी को स्वीकार कर लेना सचमुच गैर ईमानदारी ही है क्या. कुछ नहीं कोई नहीं से लेकर नीली झील तक कमलेश्वर की अनेक कहानियाँ भावनात्मक निष्ठा यानी परंपरागत नैतिकता के खिलाफ व्यक्तिगत नैतिकता की प्रतिष्ठा को आकस्मिक रूप से ही रेखांकित नहीं करती. അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിനെ പറ്റി കുച്ച് നഹി കോയി നഹി, കമലേശ്വറിൻ്റെ സ്റ്റോറിയാണ്. അവിടം തൊട്ട് നീലി ഝീൽ വരെ, നീലി ഝീലും കമലേശ്വറിൻ്റെ കഥയാണ്. അപ്പോൾ ഈ इन कहानियों में भावनात्मक निष्ठा यानी परंपरागत नैतिकता के खिलाफ व्यक्तिगत नैतिकता की प्रतिष्ठा. പരമ്പരാഗത് നൈതികത അല്ലെങ്കിൽ ട്രഡീഷണൽ വാല്യൂസിനെതിരെ മനുഷ്യൻ്റെ വ്യക്തിഗത വാല്യൂസിനെ ശ്രേഷ്ഠമായി കാണിക്കുന്നതാണ് ഈ കഥകളിൽ കാണിക്കുന്നത്. ബഹർഹാൽ ദുഷ്യന്ത് की इज्जत की खातिर मैं इतना ज़रूर मान लेता हूँ कि कमलेश्वर अपना सच नहीं बोल सकता, मगर अपने युग और अपनी पीढ़ी का सच वह ज़रूर बोल सकता है. അപ്പോൾ ദുഷ്യന്ത് കുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമലേശ്വർ ബഹുത് झूठ बोलता है. അത് വാസ്തവത്തിൽ ഒരു അംശം വരെ ഞാനും एक्सेप्ट ചെയ്യുന്നു, സത്യമാണ്. मगर अपने युग और अपनी पीढ़ी का सच वह ज़रूर बोल सकता है. उसके पास ज़बान है और उसे बात करना भी आता है, क्योंकि इसी सच पर आकर बड़े बड़े ज़बानदार लोग चुप हो जाते हैं. പക്ഷെ കമലേശ്വറിന് എഴുത്തിലൂടെ കള്ളം പറയുമ്പോൾ അത് വളരെ മനോഹരമായ കഥയായി മാറുന്നു. ആ കാര്യം എനിക്ക് അംഗീകരിച്ചേ പറ്റൂ. പേഴ്സണൽ ലൈഫിൽ കമലേശ്വർ ഒരുപാട് കള്ളം വെറുതെ പറയുമായിരിക്കും. ദുഷ്യന്ത് കുമാർ സൂചിപ്പിച്ചത് ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷേ अपने युग और अपनी पीढ़ी का सच वह ज़रूर बोल सकता है. कैसे? अपनी कहानियों के द्वारा. उसके पास ज़बान है और उसे बात करना भी आता है. ഒരു കഥാകാരന് വേണ്ട കഥയിൽ അല്പം കള്ളത്തരം ഉണ്ടെങ്കിൽ പോലും അതൊരു ഇമാജിനേഷനിലൂടെ, ഒരു കൽപ്പനയിലൂടെ, ഒരു ഭാവനയിലൂടെ വളരെ മനോഹരമായ കഥകൾ സൃഷ്ടിക്കാൻ കമലേശ്വറിന് അറിയായിരുന്നു. क्योंकि इसी सच पर आकर बड़े बड़े ज़बानदार लोग चुप हो जाते हैं. കാരണം എല്ലാ സത്യം മാത്രം എഴുതാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഒരുപാട് ജബാൻദാർ ലോഗ്, കഥകൾ പറയാൻ വാചാലമായിട്ട് അറിയുന്ന ആൾക്കാർ പോലും ചുപ്പ് ഹോ ജാത്തെ ഹൈ. കാരണം സത്യം ഒരു പരിധിവരെ പറയാൻ ഒക്കുകയുള്ളൂ. ലൈഫിൽ നടക്കുന്ന എല്ലാ ഫാക്ട്സും എല്ലാ റിയാലിറ്റിയും കഥയിലൂടെ പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും പറ്റില്ല. സോ ഇതായിരുന്നു മേരാ ഹംദം മേരാ ദോസ്ത് കമലേശ്വർ എന്ന രാജേന്ദ്ര യാദവിൻ്റെ സംസ്മരൺ. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും ഒരുമാതിരി ഡ്രൈയും ടഫുമായിരുന്നു. നിങ്ങൾ എക്സാമിന് പക്ഷേ നല്ലപോലെ എഴുതട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് കുട്ടികളുടെ ലെവലിലുള്ള ഒരു സെലക്ഷനേ അല്ല ഈ ടെക്സ്റ്റ്. അത് വളരെ ഖേദകരമായിപ്പോയി. ഇങ്ങനത്തെ ഒരു
ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തന്നത് നിങ്ങളോട് ചെയ്യുന്ന ഒരു ക്രൂരത തന്നെയാണ്. എനിവേ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടല്ലോ, അപ്പോൾ നിങ്ങളത് ധൈര്യമായിട്ട് പോവുക, വീഡിയോസ് കാണുക, കാര്യം മനസ്സിലാക്കുക, എന്നിട്ട് മനോഹരമായിട്ട് എഴുതുക. ബെസ്റ്റ് ഓഫ് ലക്ക്.